എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 66-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 66. വിപഞ്ച്യ ഗായന്തി വിവിധമപദാനം പശുപതേ സ്ത്വയാരബ്ധേ വക്തും ചലിതശിരസ സാധുവചനെ തദീയൈർമാധുര്യൈരപലപിതതന്ത്രീകളരവാം നിജാം വീണാവാണി നിചുളയതി ചോളേന നിഭൃതം. വിപഞ്ച്യ ഗായന്തി വിവിധമപദാനം പശുപതേ ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനെ തദീയൈർമാധുര്യൈ അപലപിതതന്ത്രീകളരവാം നിജാം വീണാം വാണി നീചുളയതി ചോളേന നിഭൃതം. ഇവിടെ ദേവിയുടെ ശബ്ദത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അല്ലയോ മഹാദേവി, പരമശിവന്റെ ദക്ഷയാഗധ്വംസനം, കാളകൂടാശനം മുതലായ വിവിധ ചരിത്രങ്ങളെ വീണയാൽ ഗാനം ചെയ്യുന്ന സരസ്വതീ ദേവി നിന്തിരുവടി തലകുലുക്കി, അത് നിന്തിരുവടി എന്ന് വെച്ചാൽ ദേവി തലകുലുക്കി അതിനെക്കുറിച്ച് പ്രശംസാവചനം പറഞ്ഞു തുടങ്ങുമ്പോൾ ആ വചനങ്ങളുടെ മാധുര്യ ഗുണങ്ങളാൽ അപഹസിക്കപ്പെട്ട തന്ത്രി ശബ്ദത്തോടു കൂടിയ തൻ്റെ വീണയെ ശബ്ദമില്ലാതെ മൗനമായിരിക്കത്തക്കവണ്ണം മൂടുപടം കൊണ്ട് മൂടുന്നു. ഇവിടെ ദേവിയുടെ ശബ്ദമാധുര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലയോ മഹാദേവി. അപ്പം ഈ പരമശിവൻ്റെ ചരിത്രങ്ങളാണ് എപ്പോഴും സരസ്വതീ ദേവി തൻ്റെ വീണയിൽ ഇങ്ങനെ ഗാനം ചെയ്യുന്നത്. അപ്പം സരസ്വതീ ദേവി ഇങ്ങനെ ദേവിയുടെ മഹാദേവിയുടെ നാവിൻ തുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ പരമശിവൻ്റെ തൻ്റെ പതിയായ പരമശിവൻ്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, തൻ്റെ ഭർത്താവിൻ്റെ ചരിത്രങ്ങളല്ലേ പറയുന്നത്, ഗുണഗണങ്ങളാണ് പറയുന്നത്. ആ ഗുണഗണങ്ങൾ കേട്ട് നിന്തിരുപടി ദേവി എന്തു ചെയ്യുന്നു? തലകുലുക്കി അതിനെക്കുറിച്ച് പ്രശംസാവചനം ആദ്യം തലകുലുക്കി ഇങ്ങനെ നല്ലതെന്ന് പറയുന്നുണ്ട്. അവസാനം ദേവി എന്തു ചെയ്യും? തലകുലുക്കി അതിനെക്കുറിച്ച് പ്രശംസാവചനം പറഞ്ഞു തുടങ്ങുന്നു. അപ്പോഴാണ് സരസ്വതീ ദേവിക്ക് ആ വചനങ്ങളുടെ മാധുര്യ ഗുണത്തെക്കുറിച്ച്, എന്തൊരു മാധുര്യമാണ് ദേവിയുടെ സ്വരത്തിന്. അപ്പം തൻ്റെ വീണയുടെ തന്ത്രി ശബ്ദത്തിനെക്കാട്ടിൽ മാധുര്യമുള്ളതാണ് ദേവിയുടെ ശബ്ദമെന്ന് സരസ്വതീ ദേവിക്ക് മനസ്സിലാകുന്നു. ഇതുവരെ സരസ്വതീ ദേവി എന്താ വിചാരിച്ചിരുന്നത്? എൻ്റെ സൗന്ദര്യവും എൻ്റെ വീണയുടെ സൗന്ദര്യവും ഒക്കെ, എൻ്റെ വീണയുടെ ശബ്ദമൊക്കെയാണ് ദേവി ഇങ്ങനെ തലകുലുക്കി ബലേ ഫേഷ് എന്ന് പറയുന്നതെന്നാണ് സരസ്വതീ ദേവി വിചാരിച്ചത്. അതേപോലെ എന്ത് കേട്ടിട്ടാണ് പാർവതീ ദേവി നല്ലതാണെന്ന് പറയുന്നത്? തൻ്റെ പതിയായ പരമശിവൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുന്നത് കേട്ടാണ് ഈ മഹാദേവി ഇങ്ങനെ തലകുലുക്കിക്കൊണ്ടിരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടോ തലകുലുക്കൽ മാത്രമല്ല, അപ്പോൾ ഇനി പറയുകയാണ്, അതിനെക്കുറിച്ച് പ്രശംസാവചനം പറയുകയാണ്. സരസ്വതീ ദേവിയെ പ്രശംസിക്കുകയാണ്. കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ സരസ്വതീ ദേവി എന്താ പറഞ്ഞ് അതിശയിച്ചു പോയി. എന്ത് നല്ല മാധുര്യമുള്ള സ്വരമാണ് ദേവിയുടേത്, എന്ത് നല്ല ശബ്ദമാണ്. അയ്യോ, ഈ ശബ്ദത്തിന് മുമ്പിൽ എൻ്റെ വീണയുടെ ശബ്ദമൊക്കെ, എൻ്റെ വീണാതന്ത്രിയുടെ ശബ്ദമൊക്കെ എന്താണ്? പരിഹസിക്കപ്പെടുന്നു. എൻ്റെ വീണാതന്ത്രിയെക്കാട്ടിലും എൻ്റെ വീണാതന്ത്രിയുടെ ശബ്ദത്തെക്കാട്ടിലും അതിമനോഹരവും സുന്ദരവുമാണ് ദേവിയുടെ ശബ്ദം. അപ്പോൾ എൻ്റെ വീണയിലെ തന്ത്രി ശബ്ദം എന്താണ്? അപഹസിക്കപ്പെട്ടു. അതുകൊണ്ട് സരസ്വതീ ദേവി എന്തു ചെയ്തു? തൻ്റെ വീണയെ ശബ്ദമില്ലാതെ മൗനമായിരിക്കത്തക്കവണ്ണം മൂടുപടം കൊണ്ട് മൂടുന്നു. അപ്പോൾ ഇവിടെ ദേവിയുടെ മധുരമായ അതിമാധുര്യമുള്ള ശബ്ദം, ഇവിടെ സരസ്വതീ ദേവിയുടെ വീണയായ സരസ്വതീ ദേവിയുടെ വീണാതന്ത്രികളുടെ ശബ്ദമാണ് ഏറ്റവും മനോഹരമെന്നാണ് ഇതുവരെ ധരിച്ചിരുന്നത്. സരസ്വതീ ദേവിയുടെ വീണയ്ക്ക് കച്ചവി എന്നാണ് പറയുന്നത്. ശ്രീദേവി നിജസല്ലാപ മാധുര്യ വിനിഫൽസിത കച്ചവി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സരസ്വതീ ദേവിയുടെ വീണയായ കച്ചവി വീണയുടെ തന്ത്രി ശബ്ദത്തോടുകൂടി, തന്ത്രി ശബ്ദത്തേക്കാൾ അതിമനോഹരമാണ് ദേവിയുടെ ശബ്ദം. മാധുര്യ ഗുണമുള്ള
ദേവിയുടെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അതിമനോഹരമാണ്. സരസ്വതീ ദേവിക്ക് തോന്നുകയാണ് എൻ്റെ വീണയുടെ ശബ്ദത്തെ അപഹസിക്കപ്പെട്ടോ പരിഹസിക്കപ്പെടുന്ന രീതിയിലാണോ, അതുകൊണ്ട് എന്ത് ചെയ്തു? സരസ്വതീ ദേവി തൻ്റെ വീണയെ അങ്ങ് മറച്ചു വെച്ചു. ഇനിയൊരു ശബ്ദം ഉണ്ടാക്കണ്ട എന്നുള്ള മട്ടിൽ പിന്നെന്താണ് ഈ ഈ തന്ത്രി തൻ്റെ ദേവിയുടെ വചനങ്ങളുടെ മാധുര്യ ഗുണങ്ങളാൽ അപഹസിക്കപ്പെട്ട തന്ത്രി ശബ്ദത്തോടു കൂടിയ തൻ്റെ വീണയെ ശബ്ദമില്ലാതെ മൗനമായിരിക്കത്തക്കവണ്ണം മൂടുപടം കൊണ്ട് മൂടുന്നു. അപ്പോൾ ഇനി എൻ്റെ വീണ ആരും കാണണ്ട, ഇനി അതിന് ശബ്ദമൊന്നും വേണ്ട എന്നുള്ള മട്ടിൽ സരസ്വതീ ദേവി ആ വീണയെ മൂടുപടം കൊണ്ട് മൂടി വയ്ക്കുന്നു. ഇവിടെ ദേവിയുടെ മഹാദേവിയുടെ ശബ്ദമാണ്, മഹാദേവിയുടെ ആ ശബ്ദമാധുര്യം. അപ്പം സരസ്വതി ദേവി എന്താ ചെയ്യുന്നത്? പരമശിവൻ്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാദേവിയുടെ നാവിൻ തുമ്പിൽ വന്നിരുന്നിങ്ങനെ ഭഗവാന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുമ്പം ദേവി ഇങ്ങനെ അതിൽ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പം സരസ്വതി ദേവിയെ തന്നെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് തല കുലുക്കുന്നുണ്ട്. അപ്പം സരസ്വതി ദേവി ഇതുവരെ വിചാരിച്ചിരുന്നത് എന്താണ്? തൻ്റെ സൗന്ദര്യവും തൻ്റെ വീണയുടെ സൗന്ദര്യവും തൻ്റെ തന്ത്രീനാദവും ഒക്കെ കേട്ടാണ് ദേവി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നതെന്ന്. അതേപോലെ ദേവി ആസ്വദിച്ചിരുന്നത് എന്താണ്? തൻ്റെ ഭർത്താവായ പരമശിവൻ്റെ ഗുണഗണങ്ങളാണ്, ഗാഥകളാണ് കേട്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വളരെ നന്നായിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേനോ അയ്യോ, ആ ശബ്ദം എന്തോ ഒരു നല്ല ശബ്ദമാണ്, അതിമാധുര്യമുള്ള ശബ്ദം, വളരെ കോമളമായ ശബ്ദം, വളരെ സുന്ദരമായ ശബ്ദമെന്ന് സരസ്വതി ദേവിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ സരസ്വതി ദേവി വിചാരിക്കുകയാണ്, അയ്യോ എൻ്റെ കച്ചപി വീണയുടെ വീണാതന്ത്രിയുടെ ശബ്ദം, അയ്യോ ഇത് ഈ ദേവിയുടെ ശബ്ദത്തിന് മുമ്പിൽ അപഹാസ്യപ്പെടാനല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? സരസ്വതി ദേവി തൻ്റെ വീണയെ അവിടെ മറച്ചു വയ്ക്കുകയാണ്. ഇനിയും ശബ്ദമൊന്നും വേണ്ട എന്നുള്ള മട്ടിൽ വീണയെ അവിടെ മറച്ചു വയ്ക്കുന്നു. വിപഞ്ച്യ ഗായന്തി വിവിധമവധാനം പശുപതേ സ്ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനെ ത്വദീയൈർമാധുര്യൈരപലിത തന്ത്രീകളരവാം നിജാം വീണാവാണി നിചുളയതി ചോളേന നിഭൃതം. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.